സിവിൽ പോലീസ് ഓഫീസർ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി ഉടൻ അവസാനിക്കും. 6000-നടുത്ത് ഒഴിവുകൾ ഉണ്ടായിട്ടും 2000-ഓളം പേർക്ക് മാത്രമാണ് പട്ടികയിൽ നിന്നും നിയമനം കിട്ടിയത് എന്നാണ് പരാതി. പോലീസ് യൂണിഫോം അണിയണമെന്ന സ്വപ്നം, അതിനായി കാലങ്ങളായുള്ള പരിശ്രമം, ഉറക്കം ഉപേക്ഷിച്ചുള്ള പഠനവും പരിശീലനവും. CPO KAP3 പട്ടിക വന്നപ്പോൾ ഉണ്ടായ സന്തോഷവും ആശ്വാസവും പറഞ്ഞറിയിക്കാൻ ആകുമായിരുന്നില്ല. എന്നാൽ വർഷം 1 പൂർത്തിയാകാൻ ദിവസങ്ങൾ മാത്രമുള്ളപ്പോൾ അടൂർ സ്വദേശി ഉദ്യോഗാർത്ഥിക്ക് നാട്ടുകാരുടെ സ്നേഹാന്വേഷണങ്ങൾ പോലും വേദനിപ്പിക്കുന്നതാണ്. പോലീസിൻ്റെ റാങ്ക് ലിസ്റ്റ് ആണെന്നുള്ളതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരു ചോദിക്കാൻ താല്പര്യം കൂടുതലാണ്. അതിപ്പം വെളിയിലോട്ട് ഇറങ്ങുമ്പോഴെല്ലാവരും ഇപ്പോൾ ചോദിക്കുന്ന അതിൻ്റെ കാര്യം എന്തായി എന്നുള്ളതാണ്. ഇനി ഒരാഴ്ചയും കൂടെ ഉള്ളൂ എന്നുള്ളത് പറഞ്ഞു മടുത്ത്. 7 ബറ്റാലിയനുകളിൽ KAP3ക്ക് 596 പേർ ഉൾപ്പെടുന്നതായിരുന്നു പ്രധാന പട്ടിക. 228 പേർക്ക് നിയമനം കിട്ടി. വിരമിക്കൽ, സ്ഥാനക്കയറ്റം, സ്ഥലം മാറ്റം, ഡെപ്യൂട്ടേഷൻ, ദീർഘകാലാവധി എന്നിവ കണക്കാക്കിയാൽ ഇനിയുമുണ്ട് 100 കണക്കിന് ഒഴിവുകൾ. വിവരാവകാശ രേഖകൾ ഉള്ളത് പറയുമ്പോഴും നല്ലൊരു ശതമാനത്തിന് അവസരം നിഷേധിക്കപ്പെടുകയാണത്രേ. കൊച്ചുനാൾ പോലെ എല്ലാ പിള്ളേരും പറയുന്നതാണ് പട്ടാളത്തിൽ പോകണം, പോലീസിൽ പോകണം. ഞാനും ആ രീതി പറഞ്ഞു തുടങ്ങി. പിന്നെ വലുതായപ്പോഴും ഈ പോലീസ് എന്നുള്ള ഇത് മനസ്സിൽ അങ്ങോട്ട് പോയില്ല. അതിനെല്ലാവരും എന്നെ വഴക്ക് പറയുമായിരുന്നു. കാലാവധി നീട്ടാനുള്ള സാധ്യതയില്ല. അത് കണക്കാക്കുമ്പോൾ പോലീസ് യൂണിഫോം അണിയാൻ ആഗ്രഹിച്ച 100 കണക്കിന് പേരുടെ സ്വപ്നങ്ങളാണ് പ്രായപരിധി മാനദണ്ഡത്തിൽ ഇല്ലാതാകുന്നത്. മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.